കർക്കിടകം സ്പെഷ്യൽ മരുന്നുണ്ടയുടെ റെസിപ്പിയാണ് ഇന്നത്തേത്. കർക്കിടകത്തിൽ പ്രതിരോധശേഷി കുറഞ്ഞ് പലവിധ അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. പ്രതിരോധശേഷി കൂട്ടാനും നടുവേദന, സന്ധിവേദന, ശരീരവേദന ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ടും ഉന്മേഷം കൂട്ടാനും ഒക്കെയാണ് നമ്മൾ കർക്കിടകത്തിൽ മരുന്നുണ്ട കഴിക്കുന്നത്. ഇതിൽ ചേർക്കുന്ന ഓരോ ചേരുവയ്ക്കും പലവിധ ആരോഗ്യ ഗുണങ്ങളുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ എടുത്തിരിക്കുന്നത് 250 ഗ്രാം നവര അരിയാണ്. ഇത് നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. കോട്ടൺ തുണിയിൽ നിരത്തിയിട്ടിട്ടോ അല്ലെങ്കിൽ ഫാനിൻ്റെ അടിയിൽ നിരത്തിയിട്ടിട്ടോ മറ്റോ ഡ്രൈ ആക്കി എടുത്താൽ മതി. ആശാളി ഒഴികെ എല്ലാ ചേരുവകളും ഇതുപോലെ കഴുകി ഉണക്കിയെടുത്തതിന് ശേഷമാണ് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതാ നവര അരി നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് അടി കട്ടിയുള്ള ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് ഈ റൈസ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നവര അരിയിൽ ധാരാളം അയേണും ഫൈബറും ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും നമ്മുടെ ദഹന പ്രക്രിയ മെച്ചപ്പെടുത്താനും പ്രമേഹം നിയന്ത്രിക്കാനും ഒക്കെ സഹായിക്കുന്നു. ഹൃദയാരോഗ്യത്തിനും സ്കിന്നിൻ്റെ തിളക്കം കൂട്ടാനും ഒക്കെ സഹായിക്കുന്ന ഈ നവര അരി പോഷക സമൃദ്ധമായതുകൊണ്ട് തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാവുന്ന ഒന്നാണ്. ഈ അരി നല്ലപോലെ റോസ്റ്റായി പൊട്ടി വരുന്ന സമയത്ത് നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതേ പാനിലേക്ക് തന്നെ 50 ഗ്രാം മുതിരയാണ് ചേർത്ത് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. മുതിരയിലും ധാരാളം പോഷകങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഇതിൽ പ്രോട്ടീൻസും ഫൈബറും കാൽഷ്യവും അയേണും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് ശരീരഭാരം കുറയ്ക്കാനും ദഹന പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താനും പ്രമേഹം നിയന്ത്രിക്കാനും സഹായിക്കുന്ന ഒന്നാണ്. കുറച്ച് കഴിയുമ്പോഴേക്കും മുതിര നല്ലപോലെ റോസ്റ്റായി ഡാർക്ക് കളറായി വരും. ഇതൊന്ന് പൊട്ടി തുടങ്ങുകയും ചെയ്യും. ഈ സമയത്ത് നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി വേണ്ടത് 50 ഗ്രാം കറുത്ത എള്ളാണ്. കാൽഷ്യം, അയേൺ, പ്രോട്ടീൻ, ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവയാൽ സമ്പന്നമാണ് എള്ള്. എല്ലുകളുടെ ബലം വർദ്ധിപ്പിക്കാനും അനീമിയ തടയാനും ഇത് സഹായിക്കുന്നു. കൂടാതെ ചർമ്മത്തിൻ്റെ തിളക്കം കൂട്ടാനും മുടി കൊഴിച്ചിൽ തടയാനും ദഹനം മെച്ചപ്പെടുത്താനും എള്ള് നല്ലതാണ്. എള്ള് നന്നായിട്ട് പൊട്ടി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതും നമുക്ക് പാത്രത്തിൽ നിന്നും മാറ്റാം. ഇനി എടുത്തിരിക്കുന്നത് 50 ഗ്രാം ഉലുവയാണ്. ഉലുവയുടെ ഗുണങ്ങളെല്ലാവർക്കും അറിയാവുന്നതാണ്. ഉലുവ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ഒരുപോലെ ഗുണകരമാണ്. പ്രമേഹം നിയന്ത്രിക്കാനും ദഹനം മെച്ചപ്പെടുത്താനും മുടി വളർച്ചയ്ക്കും കൊളസ്ട്രോൾ കുറയ്ക്കാനും ഇത് വളരെയധികം സഹായിക്കുന്നു. അസിഡിറ്റി, മലബന്ധം എന്നിവ അകറ്റാനും നമ്മുടെ സ്കിന്നിന് നല്ലൊരു തിളക്കം കിട്ടാനും ഒക്കെ ഉലുവ സഹായിക്കുന്നു. ഉലുവ നന്നായിട്ട് മൂത്ത് ഡാർക്ക് കളറായി വന്നിട്ടുണ്ട്. ഇതും പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതും നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി വേണ്ടത് 50 ഗ്രാം അയമോദകമാണ്. ദഹന പ്രശ്നങ്ങൾക്ക് ഏറ്റവും ഉത്തമമാണ് അയമോദകം. ഇത് ശരീരഭാരം കുറയ്ക്കാനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ആർത്രൈറ്റിസിൻ്റെ പ്രശ്നങ്ങൾ കുറയ്ക്കാനും വയറുവേദന അകറ്റാനും അതേപോലെ തന്നെ നെഞ്ചിലെ കഫക്കെട്ട് മാറാനും ആസ്മ പോലുള്ള പ്രശ്നങ്ങൾക്കും വളരെയധികം ഫലപ്രദമാണ് അയമോദകം കഴിക്കുന്നത്. ഇതും റോസ്റ്റ് ആയിട്ടുണ്ട്. ഞാനിത് മാറ്റി വയ്ക്കുകയാണ്. ഇനി എടുത്തിരിക്കുന്നത് ചെറിയ ജീരകമാണ്. ഇതും 50 ഗ്രാം എടുത്തിട്ടുണ്ട്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ചെറിയ ജീരകം കഴിക്കുന്നത് ദഹനം മെച്ചപ്പെടുത്താനും വെയിറ്റ് കുറയ്ക്കാനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്നു. ഇതും മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതും പാത്രത്തിൽ നിന്നും മാറ്റാം. ഇനി വേണ്ടത് 50 ഗ്രാം ആശാളിയാണ്. ധാരാളം ഇരുമ്പ്, കാൽഷ്യം, വൈറ്റമിൻസ് എന്നിവയെല്ലാം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ വിളർച്ച തടയാനും മുടികൊഴിച്ചിൽ കുറയ്ക്കാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ശരീരഭാരം കുറയ്ക്കാനും ആർത്തവ പ്രശ്നങ്ങൾ നിയന്ത്രിക്കാനും ഒക്കെ ആശാളി സഹായിക്കുന്നു. ധാരാളം ഫൈബർ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ദഹന പ്രശ്നങ്ങൾ തടയാൻ ഉത്തമമാണ് ആശാളി. ഇത് പെട്ടെന്ന് തന്നെ പൊട്ടി വരും. ഈ സമയത്ത് നമുക്ക് പാത്രത്തിൽ നിന്നും മാറ്റാം. ഇനി വേണ്ടത് 50 ഗ്രാം കരിഞ്ജീരകമാണ്. ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിരിക്കുന്ന ഒന്നാണ് കരിഞ്ജീരകം. ഇത് ശരീരത്തിൻ്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ദഹന പ്രശ്നങ്ങൾ മാറ്റാനും നീർവീക്കം കുറയ്ക്കാനും ഒക്കെ ഏറെ സഹായിക്കുന്നു. ആസ്മയും അലർജിയും ഒക്കെ കുറയ്ക്കാനും നല്ല തിളക്കമുള്ള ചർമ്മം കിട്ടാനും മുടികൊഴിച്ചിൽ മാറാനും പ്രമേഹവും കൊളസ്ട്രോളും ഒക്കെ നിയന്ത്രിക്കാനും സഹായിക്കുന്ന ഒന്നാണ് കരിഞ്ജീരകം. ഇതിൻ്റെ ഒപ്പം തന്നെ 10-12 ഏലയ്ക്ക തൊലി കളഞ്ഞ് അതും കൂടി ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട്. ചുക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു കഷ്ണം ചുക്കും കൂടി ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ചുക്കില്ലാത്തത് കൊണ്ട് ചുക്ക് പൊടിയാണ് ഏറ്റവും അവസാനം ഞാനിതിലേക്ക് ചേർക്കുന്നത്. ഇനി എടുത്തിരിക്കുന്നത് 100 ഗ്രാം ബദാമാണ്. ബദാമിൽ ധാരാളം പ്രോട്ടീൻസും ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും പ്രമേഹം നിയന്ത്രിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ദഹന പ്രക്രിയ എളുപ്പമാക്കാനും സഹായിക്കുന്നു. വൈറ്റമിൻ ഇ ധാരാളം അടങ്ങിയിരിക്കുന്ന ബദാം കഴിക്കുന്നത് നല്ല തിളക്കമുള്ള സ്കിൻ കിട്ടാനും മുടികൊഴിച്ചിൽ തടയാനും വളരെയധികം സഹായിക്കുന്നു.
ഇത് പൊട്ടി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതും നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതേ പാനിലേക്ക് തന്നെ 2 കപ്പോളം ചിരകിയ തേങ്ങ ഇട്ട് ഞാനൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറി ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഇതൊന്ന് മൂത്ത് വരണം. മരുന്നുണ്ട പെട്ടെന്ന് കേടുവരാതിരിക്കാനാണ് ഇതുപോലെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതും റോസ്റ്റായിട്ടുണ്ട്. ഇതും നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ മരുന്നുണ്ടയിൽ ചേർക്കാനുള്ള ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. 300 ഗ്രാമോളം ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് പൊടിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മെൽറ്റായി കിട്ടും. അപ്പോൾ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് ഉരുക്കിയെടുക്കാനായിട്ട് അടുപ്പത്തേക്ക് വെക്കാം. ഇത് ഉരുകി വരുമ്പോഴേക്കും നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെല്ലാം നമുക്ക് പൊടിച്ചെടുക്കാം. ഇതൊക്കെ ചൂടാറിയിട്ടുണ്ട്. ശർക്കര നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ മതി. വല്ലാതെ തിളപ്പിച്ച് കുറുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത് കട്ടയൊന്നും ഇല്ലാതെ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെല്ലാം ഇനി പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് പൊടിച്ചെടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ എല്ലാം ഒന്നിച്ച് തന്നെയാണ് പൊടിച്ചെടുക്കുന്നത്. 2-3 പ്രാവശ്യമായിട്ട് പൊടിച്ചെടുക്കേണ്ടി വരും. ഈ പൊടി നമുക്കൊരു വലിയ പാത്രത്തിലേക്ക് തന്നെ ഇട്ട് വയ്ക്കാം. ഇനി നവര അരിയും മുതിരയൊക്കെയാണ് പൊടിച്ചെടുക്കുന്നത്. ഇതെല്ലാം നല്ല ഫൈനായിട്ട് തന്നെ നമുക്ക് പൊടിച്ചെടുക്കാം. എല്ലാം ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 2 ടേബിൾ സ്പൂണോളം ചുക്ക് പൊടിയാണ്. ഇനി നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി അരിച്ച് ഇളം ചൂടോടുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. സ്പൂണോ തവിയോ വെച്ച് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ചൂടൊന്ന് കുറഞ്ഞു വരുന്ന സമയത്ത് നമുക്കിത് ഉരുട്ടിയെടുക്കാം. കർക്കിടകത്തിൽ ദിവസവും ഓരോന്ന് വീതം ഇത് കഴിച്ചാൽ മതി. എല്ലാവിധ ദഹന പ്രശ്നങ്ങൾക്കും അതുപോലെ തന്നെ ശരീരവേദനയ്ക്കും സന്ധിവേദനയ്ക്കും നടുവേദനയ്ക്കും ഒക്കെ നല്ലതാണ് ഇത് കഴിക്കുന്നത്. അടുത്ത 1 വർഷത്തേക്കുള്ള ആരോഗ്യ സംരക്ഷണത്തിനായിട്ടാണ് നമ്മൾ മരുന്നുണ്ടയും ഉലുവക്കഞ്ഞിയും മരുന്ന് കഞ്ഞിയും കർക്കിടക പൊടിയൊക്കെ കർക്കിടകത്തിൽ കഴിക്കുന്നത്. എല്ലാവരും ഇതുപോലൊക്കെ കഴിച്ച് ആരോഗ്യത്തോടെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു ഹെൽത്തി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ ബൈ.